നിവിൻ പോളി അൽഫോൺസ് പുത്രൻ കൂട്ടുകെട്ടിൽ ഒരു പുതിയ സിനിമ വരികയാണ്. നിവിൻ പോളിയുടെ 50ാമത്തെ സിനിമ അദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പ്രേമത്തിന് ശേഷം നിവിൻ പോളിയും അൽഫോൺസ് പുത്രനും ഒരുമിക്കുന്ന ആ കോമ്പിനേഷൻ, അതായത് ഡയറക്ടർ ആക്ടർ കോമ്പിനേഷൻ ആവർത്തിക്കുന്ന സിനിമ. അൽഫോൺസ് പുത്രൻ തന്നെയാണ് ഇതിനു വേണ്ടി തിരക്കഥ എഴുതിയിരിക്കുന്നത്, സംവിധാനം ചെയ്യുന്നത്, ഇതിൻ്റെ എഡിറ്ററും അദ്ദേഹം തന്നെയായിരിക്കും. അവരതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് ടീസർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിജയം എന്നാണ് അവർ ആ സിനിമയ്ക്ക് ഇട്ടിരിക്കുന്ന പേര്. ഈ അനൗൺസ്മെൻറ്റ് ടീസർ വന്നിട്ട് കുറച്ച് ദിവസമായി. പക്ഷേ സോഷ്യൽ മീഡിയ തുറക്കുന്ന സമയത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ, നിവിൻ പോളിയുടെ തിരിച്ചുവരവ്, സെലിബ്രേഷൻ, അല്ലെങ്കിൽ അൽഫോൺസ് പുത്രൻ നിവിൻ പോളി കൂട്ടുകെട്ടിൽ ഇനി വരാൻ പോകുന്നു എന്നൊക്കെ പറയുന്ന ഒരുപാട് പോസ്റ്റുകളും ചർച്ചകളും, അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ഹൈപ്പില്ലേ, ആ ഹൈപ്പ് കാണുന്നില്ല. അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ആ വീഡിയോയുടെ ഒരു റിയാക്ഷൻ വീഡിയോ അല്ല ഇത്. പക്ഷേ ആ വീഡിയോനെ കുറിച്ചുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഹൈപ്പൊന്നും തരാത്തൊരു വീഡിയോ ആണ്. ഏതാണ്ട് 4 മിനിറ്റോളം ഉണ്ട്. അതിൽ അൽഫോൺസ് പുത്രൻ ഒരു മണ്ണും പൊടിയൊക്കെയുള്ള ഒരു സ്ഥലത്ത്, ഒരുപാട് കാറ്റാടിയൊക്കെയുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. അവിടെ കൂടി ഒരുപാട് ഓഫ് റോഡിങ് സ്പെക്കിലുള്ള ബൈക്കുകൾ പാഞ്ഞു പോകുന്നു. ഇതിനിടയിൽ അൽഫോൺസ് പുത്രൻ താഴെയുള്ള വണ്ടിൻ്റെയും ഉറുമ്പിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നു. ഇതാണ് പുള്ളിയുടെ പ്രേമത്തിലും അതുപോലെയുള്ള സിനിമകളിലൊക്കെ നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് പേര് ട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിങ്ങനെ നിൽക്കുന്നു. അതിനിടയിൽ നിവിൻ പോളി ബൈക്കിൽ വന്നിറങ്ങുന്നു, അൽഫോൺസ് പുത്രൻ്റെ മുഖത്തടിക്കുന്നു. എനിക്ക് ആ ഷോട്ടൊന്നും എന്തിനാണെന്നുള്ളത് മനസ്സിലായില്ല. പിന്നെ ഈ അൽഫോൺസിനെ ഓൾറെഡി കളിയാക്കിയിട്ടുള്ള ഈ സാധനങ്ങളൊക്കെ അൽഫോൺസ് തന്നെ അത് ഉപയോഗിക്കുന്നതിൽ എനിക്കൊരു ഭയങ്കര ഒരു സാധനം, ഒരു ഹ്യൂമർ എലമെൻ്റ് അങ്ങനെ വർക്കായില്ല. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും കൂടി ബൈക്കിൽ ഇങ്ങനെ ചാഞ്ഞു പോകുന്നതിൻ്റെ ഒരു ഷോട്ട്, അത് കൊള്ളാം ശരിക്കും. ആ ഒരു ഷോട്ടും വിജയ് എന്ന് പറയുന്ന ഒരു പേരും വെച്ച് ഒരു അനൗൺസ്മെൻറ്റ് പോസ്റ്റർ റിലീസ് ചെയ്താൽ കിട്ടുന്ന, അത് കാണുമ്പോൾ കിട്ടുന്ന ഹൈഡ് അത്രയും പോലും വീഡിയോ കണ്ടപ്പോൾ കിട്ടിയില്ല എന്ന് എനിക്ക് തോന്നി. പിന്നെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഓഫ് റോഡ് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ കഥയാണ്. അതിലൊരു ടൂർണമെൻറ്റും റേസും പരിപാടിയൊക്കെ ആയിരിക്കും മെയിനായിട്ടുണ്ടാവുക. പക്ഷേ നമ്മുടെ ചോദ്യം ഇതാണ്, ഇങ്ങനൊരു ഹെവി ഹിറ്റ് നമുക്ക് തന്നിട്ടില്ല. എന്ന് വെച്ചാൽ പ്രേമം എന്നൊക്കെ പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഇത്രയും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടൊരു സിനിമ വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. ആ ഒരു കോംബോ ഒരുമിച്ച് അടുത്ത സിനിമ അനൗൺസ് ചെയ്യുമ്പോൾ ഉണ്ടാവേണ്ട ആ ഒരു ത്രില്ല് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു ഹൈപ്പ് കിട്ടുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്ത വായിക്ക് പറയാം, ഇവരുടെ രണ്ടുപേരുടെയും ഏകദേശം അവസാനമായിട്ട് റിലീസായിട്ടുള്ള സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വൻ പരാജയങ്ങളായിരുന്നു. ഇപ്പം നേരം പ്രേമമൊക്കെ കഴിഞ്ഞിട്ട് അവിയൽ എന്ന് പറയുന്ന ഒരു സിനിമയിൽ അൽഫോൺസ് പുത്രൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഗോൾഡാണ് വന്നത്. ഗോൾഡ് പിന്നെ പറയണല്ലോ, പൃഥ്വിരാജ് വന്ന് ഇതൊരു അൽഫോൺസ് പുത്രൻ ചിത്രമായിരിക്കും എന്ന് പറഞ്ഞു പടം 8 നിലയിൽ പൊട്ടി. അപ്പോൾ അത് ശരിയാണല്ലോ, ലാസ്റ്റ് വന്ന പടം പൊട്ടിയതുകൊണ്ടായിരിക്കും ഹൈപ്പില്ലാത്തതെന്ന് നമുക്ക് തോന്നും. പക്ഷേ അൽഫോൺസ് പുത്രൻ ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ പ്രേക്ഷകരുടെ ഇടയിൽ ഒരു ഓളം ഉണ്ടാക്കിയിട്ടുണ്ട്. ബൾട്ടി എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കണ്ട് ഞാൻ ആദ്യം ഒന്ന് ഞെട്ടി. അത് കഴിഞ്ഞ് സർവ്വമായയിൽ 2 സീൻ എന്തോ ഉള്ളെങ്കിലും ആ 2 സീൻ പ്രേക്ഷകർ കൈയടിച്ച് ആസ്വദിച്ച് കണ്ടതാണ്. അത് കഴിഞ്ഞാണ് വാഴ 2 സംഭവിക്കുന്നത്. അത് ശരിക്കും നമ്മുടെ യങ് ജനറേഷനിൽ പെടുന്ന ആളുകളൊക്കെ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പിന്നെ കാട്ടാളൻ എന്ന് പറയുന്ന സിനിമ വന്നപ്പോഴും അതിനകത്തൊരു ചെറിയ വേഷം അദ്ദേഹം ചെയ്തതായിട്ടുണ്ടായിരുന്നു. പക്ഷേ വാഴ 2-ലും ബൾട്ടിയിലൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നമ്മൾ നോക്കുമ്പോൾ പ്രേക്ഷകർക്കിടയിൽ അൽഫോൺസ് പുത്രൻ എന്ന് പറയുന്ന ബ്രാൻഡ്, ആ പേര് അത്രയും രജിസ്റ്റേർഡ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതിനൊരു കോട്ടം സംഭവിച്ചില്ല. ഇടയ്ക്കൊരു ഗോൾഡ് പൊട്ടി എന്നുള്ളത് സത്യമാണ്. പക്ഷേ അൽഫോൺസ് പുത്രൻ മലയാളികൾക്ക് ഇപ്പോഴും പ്രിയങ്കരനാണ്. നിവിൻ പോളിയെ സംബന്ധിച്ച് പ്രേമം എന്ന് പറയുന്ന ആ സിനിമയ്ക്ക് ശേഷം, ആ ഹിറ്റിന് ശേഷം റിലീസായിരിക്കുന്ന സിനിമകളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ ഹിറ്റുകൾ വളരെ വളരെ കുറവുള്ള ഒരു അഭിനേതാവായിട്ടാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റാർ ആയിട്ടാണ് നമുക്ക് നിവിൻ പോളിയെ കാണാൻ പറ്റുക. ഇതിനിടയ്ക്ക് അയാൾക്ക് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഗംഭീര ആർട്ടിസ്റ്റാണ് എന്ന് പറയുന്ന ഒരു പേര് മലയാളത്തിലും ഇതര ഭാഷകളിലൊക്കെ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. കുറേ ഗംഭീര സിനിമകളുടെ ഭാഗമാവുകയും ചെയ്തിരുന്നു. പക്ഷേ ഹിറ്റുകളുണ്ടോ എന്ന് പറയുന്നൊരു ചോദ്യം. വലിയ പ്രൊജക്റ്റുകൾ വരുന്നു, അതിൽ ബഹുഭൂരിപക്ഷവും വലിയ പരാജയങ്ങളായിട്ട് മാറുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് നോക്കാനാണെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ, തിയേറ്ററിൽ ഹിറ്റായ സിനിമ ഒ ടി ടിയിൽ വന്നപ്പോൾ ട്രോൾ മെറ്റീരിയൽ ആയെങ്കിൽ പോലും അത് തിയേറ്ററിൽ ഉണ്ടായിരുന്ന സമയത്തും ഒ ടി ടി വന്നതിന് ശേഷവും നിവിൻ പോളിയുടെ പെർഫോമൻസ് അത്രയധികം ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സർവ്വമായ എന്ന് പറയുന്നൊരു ഹിറ്റ് സിനിമ വരുന്നു. അതിനുശേഷം അങ്ങനെ എന്തിനാണ് പ്രതിച്ഛായയിൽ അഭിനയിച്ചതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഒരു സ്റ്റാറിനെ ഡിമാൻഡ് ചെയ്യുന്നൊരു സിനിമയോ, ഒരു സ്റ്റാറിനെ വളരാൻ കൂടുതൽ വലിയ സ്റ്റാറാക്കി മാറ്റാൻ സപ്പോർട്ട് ചെയ്യുന്നൊരു സിനിമയോ ഒന്നുമല്ല, വെറും ഒരു ജനറിക് പരിപാടിയായിരുന്നു. അതിലെന്തിനാണ് നിവിൻ പോളി, അതുമാത്രമല്ല നിവിൻ പോളി തലവെച്ചിട്ടുള്ള പല സിനിമകളും നമ്മൾ എടുത്തു നോക്കുമ്പോൾ എന്തിനാണ് ഇങ്ങേരിത് ചെയ്തത് എന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ ഫാൻസ് ചോദിച്ചു പോയ സിനിമകളുണ്ട്. ഈ അവസാനം വന്ന സർവ്വമായും അദ്ദേഹത്തിൻ്റെതായിട്ട് ചില സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങളാണെങ്കിൽ പോലും പ്രേക്ഷകർ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ആ മൊമെൻറ്റ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴും നിവിൻ പോളി എന്ന് പറയുന്ന എൻ്റർടൈനറെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ടും എന്താണ് ഹൈപ്പ് കിട്ടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് കണ്ടെത്താൻ പറ്റുന്ന ഉത്തരങ്ങളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അതിനോട് യോജിപ്പുണ്ടാവും, വിയോജിപ്പുണ്ടാവും. അതൊക്കെ കമൻറ്റ് ബോക്സിൽ നമുക്ക് പരസ്പര ബഹുമാനത്തോടു കൂടി ചർച്ച ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നാമത്തത്, നമ്മളിപ്പോൾ പേരുകളിൽ അങ്ങനെ വീഴാറില്ല. വലിയ പേരുള്ളൊരു അഭിനേതാവോ ഒരു ടെക്നീഷ്യനോ അല്ലെങ്കിൽ ഒരു കോമ്പിനേഷനോ വരുന്നു എന്ന് പറയുമ്പോഴേക്കും എൻ്റെ മോനെ ഇത് എന്തായാലും ഹിറ്റായിരിക്കും പോയി കാണാം എന്ന് പറയുന്ന ആ ഒരു ചാർജിലേക്ക് ബഹുഭൂരിപക്ഷം പ്രേക്ഷകരും എത്തുന്നില്ല. നമ്മൾ അവരുടെ
വർക്ക് എന്താണെന്നുള്ളത് കണ്ടിട്ടാണ് വിലയിരുത്തുന്നത്. അതായത് ഈ 2 പേരുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആഘോഷം തുടങ്ങില്ല. ആഘോഷം സോഷ്യൽ മീഡിയയിൽ പലരും തുടങ്ങി വെക്കാറുണ്ട് 1-2 ദിവസം. ഇപ്പോൾ ഈ ടീസർ വന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു പോസ്റ്റർ റിലീസാവുന്ന സമയത്ത് 1-2 പോസ്റ്റുകളും കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് മാക്സിമം 1-2 ദിവസം അത്രയാണ് ഇതിൻ്റെ സെലിബ്രേഷൻ ഉണ്ടാവുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് ആരും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കില്ല. അത് തിയേറ്ററിൽ വരണം. തിയേറ്ററിൽ വന്നതിന് ശേഷം പ്രേക്ഷകരത് കണ്ട് വിലയിരുത്തും. അതിന് ശേഷമാണ് ശരിക്കുള്ള ആഘോഷം ആരംഭിക്കുക. ഇപ്പോൾ പേരുകളുടെ കാര്യം നോക്കിയാൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നമുക്ക് എടുത്ത് നോക്കാം. ഒരു സമയത്ത് ലിസ്റ്റിൻ്റെ പേരെന്ന് പറഞ്ഞാൽ അയ്യോ അയാളൊരു അടിപൊളി പടങ്ങൾ ചെയ്യുന്നൊരു പ്രൊഡ്യൂസറാണ്, മറ്റു ഗ്യാരണ്ടി പടങ്ങളാണ് എന്നൊക്കെ നമ്മൾ വിശ്വസിച്ചിരുന്ന സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു ബിൽഡപ്പ് ഉണ്ടായ ഒരു സമയമുണ്ട്. പക്ഷേ ഇപ്പോൾ ലിസ്റ്റിൻ്റെ പടം എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രേക്ക് ഇടും, ആലോചിക്കും. ലിസ്റ്റിൻ്റെ എന്ന് മാത്രമല്ല കേട്ടോ, ഞാനിത് പറയുമ്പോൾ ലിസ്റ്റിൻ്റെ മെക്കിട്ട് കയറാമെന്ന് വിചാരിക്കരുത്. ഏത് പ്രൊഡ്യൂസറിൻ്റെ കൊടി കുത്തിയ ഹിറ്റുകൾ ഉണ്ടാക്കിയ പ്രൊഡ്യൂസറാണെന്ന് പറഞ്ഞാലും പ്രേക്ഷകർ, ഞാൻ പറയുന്നത് ഇപ്പം റിവ്യൂവർ എന്നുള്ള നിലയ്ക്ക് ഞാൻ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സിനിമയെ പ്രൊമോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ഇവരുടെ ഓരോരുത്തരുടെയും പേരൊക്കെ എടുത്ത് പറഞ്ഞ് വീഡിയോ ചെയ്യും. പക്ഷേ ഒരു പ്രേക്ഷകനെ സംബന്ധിച്ച് ഈ പേര് കാണുമ്പോൾ ഓടിപ്പോകാനുള്ള ആ ഒരു ത്വര ഉണ്ടാവുന്നില്ല. ഏറ്റവും മലയാളികൾക്ക് പ്രിയങ്കരമായ ഹിറ്റ് സിനിമകൾ ഉണ്ടാക്കിയ പ്രിയദർശൻ്റെ ഒരു ഹിന്ദി പടം ഒരു മാസം ആയിട്ടുള്ളൂ ആ പടം വന്നിട്ട്. നിങ്ങൾ ആരെങ്കിലും അത് തിയേറ്ററിൽ പോയി കണ്ടിരുന്നു? അങ്ങനെ ഒരു സിനിമ വന്നത് അറിഞ്ഞിരുന്നോ? ഹിന്ദിയിലൊക്കെ അത്രയും ഹിറ്റുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംവിധായകനാണ്. പക്ഷേ പരിതാപകരമായിരുന്നു സിനിമയ്ക്കുള്ള റിസപ്ഷൻ. ഒന്നും വേണ്ട, നമ്മൾ ടൊവിനോയുടെ കാര്യം എടുത്ത് നോക്കുക. മലയാളത്തിലെ ഹിറ്റ് പടങ്ങൾ, അതായത് ആ സമയത്തെ ഇൻഡസ്ട്രി ഹിറ്റ് എന്നൊക്കെ പറയുന്ന സിനിമയിൽ വരെ അയാളുടെ പേരുകളുണ്ടായി ഒത്തിരി ഹിറ്റുകൾ വന്നു. പക്ഷേ ടൊവിനോയുടെ പേര് കേട്ടാൽ നമ്മൾ ഓടി തിയേറ്ററിലേക്ക് പോകും. നമ്മൾ ആലോചിക്കും തിയേറ്ററിൽ നിന്ന് വരുന്ന അഭിപ്രായം എന്താണ് എന്നുള്ളത് ആലോചിക്കും. എന്തിന് മോഹൻലാലിനും മമ്മൂട്ടിക്കും വരെ ഇവിടെ ഈ പറയുന്ന എന്ത് പടം ചെയ്താലും ഇവരുടെ പേര് മാത്രം കണ്ട ആൾക്കാർ കയറുമെന്ന് പറയുന്ന അവസ്ഥയില്ല. പേട്രിയറ്റ് ഒരു ഉദാഹരണമാണ് അതിന്. ഇപ്പോൾ ഓണത്തിന് ഐ ആം ഗെയിം വരുന്നു. മലയാളത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ക്രൗഡ് പുള്ളർ എന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ കണ്ട് ഞെട്ടിപ്പോയിട്ടുള്ളൊരു നടനാണ് ദുൽഖർ സൽമാൻ എന്ന് പറയുന്നത്. പക്ഷേ ഐ ആം ഗെയിമും ഈ സോഷ്യൽ മീഡിയയിലെ ഹൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പോസ്റ്റൊക്കെ ഇട്ടിട്ട് വാവ് മോനെ ഉഫ് തീ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അൾട്ടിമേറ്റ്ലി തിയേറ്ററിൽ കണ്ട് വിലയിരുത്തുന്ന പ്രേക്ഷകനാണ് പിന്നീടുള്ള ഹൈപ്പ് തീരുമാനിക്കുന്നത്. ഇൻഡസ്ട്രി ഹിറ്റായിട്ടുള്ള തുടരും എടുത്തു നോക്കൂ. തുടരും തിയേറ്ററിലേക്ക് വരുന്നതിന് മുമ്പല്ല ആഘോഷം തുടങ്ങിയത്. വരുന്നതിന് മുമ്പ് ചെറിയ ഇൻ്റർവ്യൂവും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഈവൻ മോഹൻലാലും ശോഭനയും വന്നിരുന്ന് തള്ളിയാൽ പോലും ഈ പറയുന്ന പ്രീ റിലീസ് തള്ള അവിടെ ഉണ്ടാക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ പടം വന്നതിന് ശേഷമാണ് അത് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടത്. ലോക ചാപ്റ്റർ 1 ചന്ദ്ര അത് റിലീസായതിനു ശേഷമാണ് ഇവിടെ തരംഗം ഉണ്ടാക്കുന്നത്. വാഴ 2 8 നിലയിൽ പൊട്ടുമെന്ന് പ്രവചിച്ച ആളുകളുണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് പാർട്ടിൽ ഇതിൻ്റെ ടീസർ ഉണ്ട് എന്നുള്ള ഒരൊറ്റ കാരണം വെച്ച് അത് വെച്ചിട്ട് യുവമാരൊന്നും വെച്ച് പടം എടുത്താൽ ഓടില്ല എന്ന് പ്രവചിച്ച ആൾക്കാർ വരെ ഉണ്ടായിരുന്നു. പക്ഷേ തിയേറ്ററിൽ ഇറങ്ങി പ്രേക്ഷകർ ആഘോഷമാക്കി. അത് കഴിഞ്ഞ് OTTയിൽ വരുമ്പോൾ കുറച്ച് ആളുകൾ അതിനെ ബലാത്കാരമായി അപമാനിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി പ്രേക്ഷകൻ തിയേറ്ററിൽ അതിനെ സ്വീകരിക്കുന്നുണ്ട്. അതേസമയം റിലീസിന് മുമ്പ് ഭയങ്കര ഹൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഊതി കഷ്ടപ്പെട്ട് തിയേറ്ററിൽ വന്ന് ഷൂന്നായിപ്പോയ സിനിമകളുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ഉദാഹരണം പറയാനാണെങ്കിൽ കാട്ടാളൻ്റെ തൊട്ട് മുമ്പത്തെ പടം ആ പ്രൊഡ്യൂസർ ചെയ്തത് മാർക്കോ ആയിരുന്നു. അപ്പം അതുപോലെ വരും എന്നൊക്കെ പറഞ്ഞാൽ അവർ തന്നെ ഒരുപാട് ഹൈപ്പൊക്കെ ഉണ്ടാക്കി. പക്ഷെ തിയേറ്ററിൽ പ്രേക്ഷകൻ തീരുമാനിക്കും ഇത് എങ്ങോട്ട് പോകണം, എത്ര വരെ പോകണം എന്നുള്ളത്. സോ നിവിൻ പോളിയുടെ പേരുണ്ട്, അല്ലെങ്കിൽ നിവിൻ പോളി അൽഫോൺസ് പുത്രൻ ഒരുമിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന ദിവസങ്ങളോളം നീണ്ടു നിൽക്കാൻ പറ്റുന്ന ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള ആ പേരുകൾ മാത്രമല്ല, ഒരു പേരും ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു അനൗൺസ്മെൻറ്റ് മുതൽ റിലീസ് വരെ കാത്തിരിക്കാനുള്ള അങ്ങനത്തെ ഒരു ചാർജ് ഉണ്ടാക്കണമെന്നില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിവിൻ പോളി എന്ന് പറയുന്ന ആ താരത്തിൻ്റെ ആരാധകർ സെലിബ്രേറ്റ് ചെയ്ത് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ആ താരസിംഹാസനം എന്ന് പറയുന്നത് അതിൻ്റെ പ്രഭ മങ്ങിയോ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ മങ്ങിയിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പ്രേമം എന്ന് പറയുന്ന ആ ഹിറ്റ് സിനിമ ഇറങ്ങുന്നത് 2015 അവിടുന്ന് 2026 എത്തുമ്പോൾ ഏകദേശം 11 വർഷം കഴിഞ്ഞു. ഈ 11 വർഷത്തിനിടയിലെ ഗ്യാപ്പ് നോക്കുകയാണെങ്കിൽ വിരലിലെണ്ണാവുന്ന ഹിറ്റുകൾ മാത്രമാണ് നിവിൻ പോളിക്ക് ഉണ്ടായിട്ടുള്ളത്. അതിൽ തന്നെ ഫാൻ സർവീസ് സിനിമകൾ, അതായത് ഫാൻസിന് അങ്ങ് പോയി എൻജോയ് ചെയ്ത് ചിരിച്ചും മറിഞ്ഞ് ആഘോഷിച്ചിറങ്ങി വരാൻ പറ്റുന്ന സിനിമകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിവിൻ പോളി ശ്രമിച്ചിട്ടുണ്ട്, ഇല്ലാതൊന്നും പറയാൻ പറ്റില്ല. ഇതുവരെ OTTയിൽ പോലും വന്നിട്ടില്ലാത്ത പല സിനിമകളിലും പുള്ളി അതിനൊക്കെ വേണ്ടിയാണ് ശ്രമിച്ചത്. അതും പറഞ്ഞു തന്നെയാണ് ആ സിനിമകൾ മാർക്കറ്റ് ചെയ്യപ്പെട്ടിരുന്നത്. പക്ഷേ പടം 8 നിലയിൽ പൊട്ടി, ആരും കാണുന്നുണ്ടായിരുന്നില്ല. സോ ഫാൻസിന് കൊടുക്കേണ്ട ഒരു ഫാൻ സർവീസ് എന്ന് പറയുന്ന ഒരു സാധനം അത് ഈ കഴിഞ്ഞ 11 വർഷത്തിനിടയിൽ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോൾ 2015 പ്രേമം ഇറങ്ങുന്ന സമയത്ത് 18 വയസ്സുണ്ടായിരുന്ന തിയേറ്ററിൽ പോയി അത് എൻജോയ് ചെയ്ത് അർമാദിച്ചിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ഇപ്പം 30 വയസ്സാവാറായി. വളരെ കുറച്ച് സമയം കൂടെ ഉള്ളൂ. ആ 30കളിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ഫിനാൻഷ്യലി ആണെങ്കിലും മറ്റു കാര്യങ്ങളിലാണെങ്കിലും മനുഷ്യൻ സ്വയം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു അച്ചടക്കമൊക്കെ ഉണ്ടാവും. നിവിൻ പോളി അൽഫോൺസ് പുത്രൻ അന്ന് ഞാൻ അവരുടെ പടമൊക്കെ പോയി എൻജോയ് ചെയ്തതാണ്. അവർ ഒരുമിച്ചൊരു സിനിമ എൻ്റെ ഒരു 25 28 വന്നിരുന്നെങ്കിൽ പോലും ഞാൻ ചിലപ്പോൾ എൻജോയ് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് ആ പേരിലൊരു ഹൈപ്പില്ല.
അല്ലെങ്കിൽ അതിനുവേണ്ടി ആഘോഷിക്കാൻ എനിക്ക് സമയവുമില്ല. എന്നാൽ ഇപ്പോൾ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഈ ഹൈപ്പ് സോഷ്യൽ മീഡിയയിലടക്കം ക്രിയേറ്റ് ചെയ്യേണ്ട 20കളിൽ നിൽക്കുന്ന ആളുകളെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഒരു 10-11 വയസ്സ് മാക്സിമം ഉണ്ടാകുന്ന സമയത്താണ് പ്രേമം ഇറങ്ങിയത്. അവരുടെ ആ ഒരു 11 മുതൽ ഈ 20-25 വരെയുള്ള സമയമില്ലേ, ഇത്രയും സമയത്തിനിടയ്ക്ക് നിവിൻ പോളിയുടെ കടുത്ത ആരാധകരായിട്ട് മാറി. അൽഫോൺസ് പുത്രൻ്റെ സിനിമകൾ എന്ന് കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ കോരിത്തരിച്ച് ഇറങ്ങാൻ പാകത്തിന് ഈ യങ് ക്രൗഡിന് ഒരു ഫാൻ സർവീസ് സിനിമ, അല്ലെങ്കിൽ ഈ ഫാൻസിനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നിവിൻ പോളിയുടെ ഫാൻസിൽ ബഹുഭൂരിപക്ഷവും സ്ലീപ്പിംഗ് സെൽസായി മാറി എന്ന് തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, വളരെ സങ്കടത്തോടു കൂടി. കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനാണ്. മലയാളത്തിൽ ഞാൻ കണ്ട പെട്ടെന്ന് കുതിച്ചു കയറി വന്നൊരു താരോദയമായിരുന്നു അയാൾ. പ്രേമമൊക്കെ ഇറങ്ങിയ സമയത്ത് ഉണ്ടാക്കിയ ആ ഒരു ഓളം, ആ ഒരു ഫാൻ ബേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തുടങ്ങുന്ന ഒരു നടന് പോലും സ്വപ്നം കാണാവുന്നതിലും അപ്പുറമാണ്. അത്രയും ഉണ്ടാക്കിയിട്ട് പിന്നീട് ആ ഫാൻസിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഫാൻസിനോട് കമ്മിറ്റ്മെൻറ്റ് കാണിക്കണം എന്ന അങ്ങനെയൊക്കെ പറയും. ഇപ്പോൾ കുറേ ആൾക്കാർ പറയുന്നുണ്ട് നിവിൻ പോളി ഫാൻസിനോട് കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്നില്ല എന്നുള്ളത്. ഞാൻ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നില്ല. പക്ഷേ ഫാൻസിനെ ഫീഡ് ചെയ്ത് നിലനിർത്തേണ്ടുന്ന ആഘോഷ ചിത്രങ്ങളുണ്ട്. ആ ആഘോഷ ചിത്രങ്ങൾ ഹിറ്റാവുകയും വേണം. ഞങ്ങൾ സെറ്റിൽ ഭയങ്കരമായിട്ട് ആഘോഷിച്ചു, ഭയങ്കരമായിട്ട് ഷൂട്ട് ചെയ്ത പടമാണെന്ന് പറയുന്ന ആഘോഷം ഫാൻസിന് കിട്ടിയിട്ട് കാര്യമില്ല. തിയേറ്ററിൽ അവർക്ക് ആഘോഷിക്കാൻ കൊടുക്കണം. ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ആ ഒരു ഫാൻസിനെ തൃപ്തിപ്പെടുത്തുന്ന സിനിമകൾ നിവിൻ പോളിയുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ഒരു 10-11 വർഷത്തിനിടയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, സർവ്വമായ ഹിറ്റായി എന്ന് പറയുമ്പോഴും സർവ്വമായ നിവിൻ പോളി ഫാൻസിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഫാമിലി ആയിട്ട് നമുക്ക് സമാധാനവും സന്തോഷമായിട്ട് പോയിരുന്ന് കാണാവുന്ന ഒരു സത്യനന്ദിക്കാട്, അതായത് മോഡേണൈസ്ഡ് സത്യനന്ദിക്കാട് വേർഷൻ സിനിമ എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു താരം എന്ന് പറയുന്ന ആ ഒരു ഇമേജിനെ ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യാൻ ആ സിനിമയ്ക്ക് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ ഒരു സിനിമ തന്നെ ആയിരുന്നില്ല. അങ്ങനെ ഒരു ചോദ്യം പോലും നമുക്ക് ചോദിക്കാൻ പറ്റില്ല. അൾട്ടിമേറ്റ്ലി അദ്ദേഹത്തിൻ്റെ സിനിമകൾ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഫാൻസിനെ അവർക്കൊരു എനർജി കൊടുക്കണം. കുറച്ച് നാളുകൾ കൂടുമ്പോൾ ഒരു ഹിറ്റ് പടം വരിക, ഫാൻസിന് ഞങ്ങളുടെ നിവിൻ പോളിയുടെ പടം എന്ന് പറഞ്ഞ് അങ്ങനെ ചാർജായിരിക്കാൻ അങ്ങനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കണം. അത്തരം സിനിമകളുടെ ഒരു കുറവ് ഒരു ഘടകമാണ്. അതിൻ്റെ കൂടെ ഇപ്പോൾ ഒരൊറ്റ പേരിൽ രക്തം തിളയ്ക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ പുതിയൊരു സിനിമ അനൗൺസ് ചെയ്യുമ്പോഴേക്കും എന്നൊക്കെ പറഞ്ഞ് ചാർജ് ആവുന്ന അങ്ങനെയുള്ള ആളുകൾ വളരെ കുറവാണ്. പിന്നെ ഈ പറയുന്ന ടൈറ്റിൽ അനൗൺസ്മെൻറ്റ്സ്, ടീസർ എന്നെ സംബന്ധിച്ച് അങ്ങനെ ആഘോഷിക്കാനുള്ള ഭയങ്കര പ്രതീക്ഷ തരുന്ന ഒരു എലമെൻ്റ് ഉള്ളതായിട്ട് തോന്നിയുമില്ല. പക്ഷേ ഇനി ടീസർ വരാനുണ്ട്, ട്രെയിലർ വരാനുണ്ട്, ഓരോ അപ്ഡേറ്റ്സും വരാനുണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഇതിൽ വരുന്ന മറ്റ് താരങ്ങളുടെയൊക്കെ ഫോട്ടോസും. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഓഫ് റോഡ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മഡ് റേസ് പരിപാടിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് സ്റ്റണ്ട് സീക്വൻസുകളും ബിഹൈൻഡ് ദ സീൻസ് പരിപാടികളും ഒക്കെ വരും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചർച്ചകൾ നടക്കുകയും ഒരു വലിയ വിജയചിത്രമായി മാറാൻ ഈ സിനിമയ്ക്ക് പറ്റണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ടീസറും ട്രെയിലറും കാണുമ്പോൾ നമുക്ക് സിനിമയെക്കുറിച്ച് വിലയിരുത്താം. നമ്മൾ ഈ പറഞ്ഞത് നിവിൻ പോളിയുടെ സിനിമയെക്കുറിച്ചോ അൽഫോൺസ് പുത്രൻ്റെ സിനിമകളെക്കുറിച്ചോ എന്നുള്ള രീതിയിലല്ല, എന്തുകൊണ്ട് ഈ അടുത്ത് വരുന്ന പല സിനിമകളിലും ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടിയിരുന്ന അല്ലെങ്കിൽ ഉണ്ടാകുമായിരുന്നു നമ്മൾ വിചാരിക്കുന്ന പല പ്രോജക്റ്റുകൾക്കും എന്താണ് 1-2 ദിവസത്തിനപ്പുറം ഒരു ഹൈപ്പ് നിലനിർത്താൻ പറ്റാത്തത്? ആ ഒരു കാര്യത്തിനുള്ള മറുപടിയാണ് അവിടെ നമ്മൾ ഉദാഹരണമായിട്ട് വിജയത്തിൻ്റെ ഈ ഒരു ടീസർ എടുത്തു എന്നുള്ളത് മാത്രമാണ്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനും എൻ്റെ ഒബ്സർവേഷൻസുമാണ്. അതുപോലെ നിങ്ങൾക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിച്ച് തിരുത്തി സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.